Hello guys, I am Atmaj and welcome back to my channel Super Earnest. നമ്മളാണ് സൂപ്പർ സോ സൂപ്പർ ഹീറോസ്. സൂപ്പർ ഏർണസ്റ്റ് ടൈമിൻ്റെ പുതിയ മാർവലിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ നമ്മുടെ MCUവിൽ ഇനി അപ്കമ്മിങ് ആയിട്ട് വരുന്ന എല്ലാ പ്രോജക്ട്സിനെ കുറിച്ചാണ്. ഇതിപ്പോൾ അനൗൺസ് ആയിട്ടുള്ള പ്രോജക്ട്സുണ്ട്, നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്ന എന്നാൽ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കുറേ എക്സൈറ്റിംഗ് പ്രോജക്ട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ മൂവീസും സീരീസും എല്ലാം വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാൻ മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്ത ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റാണ് വണ്ടർമാൻ. സോ വണ്ടർമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നിട്ട് ഒരുപാട് കോമിക് ഹിസ്റ്ററി ഉള്ള ഒരു ക്യാരക്ടറാണ്. കോമിക്കിൽ തന്നെ വളരെ ഡീപ്പായിട്ടുള്ളൊരു എന്താ പറയുക ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വളരെ തന്നെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ വണ്ടർമാൻ എന്ന ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത്. പക്ഷേ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഷാങ്ജിയുടെ ഡയറക്ടറായിട്ടുള്ള ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റനാണ് ഈ സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ സീരീസ് ഇറങ്ങാൻ പോകുന്നത് January 27, 2026 ഈ സീരീസ് ഇറങ്ങാനായിട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് സീരീസ് എന്ന് പറയുന്നത് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2 ആണ്. സോ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2 വരാൻ പോകുന്നത് March 4, 2026. സോ അതെന്താ പറയുക ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഒരുപാട് നാളെ നമ്മൾ ഫാൻസ് സ്പെക്കുലേറ്റ് ചെയ്ത് അവസാനം ഈ അടുത്താണ് അത് കൺഫേം ആയത്. സോ നമ്മുടെ പണിഷറിൻ്റെ സ്പെഷ്യൽ TV പ്രസൻറ്റേഷൻ. സോ ഈ സീരീസ് ഇറങ്ങാൻ പോകുന്നത് 2026 തന്നെയാണ്. പക്ഷേ ഇത് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന സിനിമയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ്. സോ കൃത്യമായിട്ടുള്ള റിലീസ് ഡേറ്റ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന പടത്തിൽ നമ്മുടെ പണിഷറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സീരീസിലും നമ്മുടെ ഈ സീരീസ് ഇറങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ മുമ്പിലാണ്. അതായിരിക്കും ക്രോണോളജിക്കലി കറക്റ്റായിട്ട് വരാൻ പോകുന്നതും. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഒരു പടമാണ്. അത് നമ്മൾ ഏറെ നാളായിട്ട് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്തിരുന്ന നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന പടം വന്നിട്ട് ഇറങ്ങാൻ പോകുന്നത് July 31, 2026. ഇടയ്ക്ക് കുറച്ച് എനിക്ക് ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഡിലേ ആയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. സോ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് July 31, 2026. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ക സ്ട്രീറ്റ് ലെവലായിട്ടുള്ളൊരു പടം തന്നെയായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയും ഡയറക്റ്റ് ചെയ്യുന്നത് ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റനാണ്. സോ ഇതിൽ നമ്മുടെ ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ഇതിൽ നമ്മുടെ മാർക്ക് റഫല്ലോ ബ്രൂസ് ബാനറായിട്ട് ഹൾക്കായിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. സ്കോർപ്പിയോൺ കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. പക്ക നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് ലെവൽ ഒരുപാട് വില്ലൻസൊക്കെ വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബ്രൂസ് ബാനർ വന്നിട്ട് നമ്മുടെ സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിൻ്റെ ഒരു മെൻറ്ററായിട്ട് പ്ലേ ചെയ്യുന്ന രീതിക്കായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി നമ്മുടെ എന്താ പറയുക ഡോക്ടർ സ്ട്രേഞ്ച് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഹൾക്ക് അല്ലെങ്കിൽ ബ്രൂസ് ബാനർ പീറ്റർ പാർക്കർ അല്ലെങ്കിൽ സ്പൈഡർമാനുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ഡൗട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തിയറീസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സീരീസാണ് X-Men 97 അതിൻ്റെ സീസൺ 2 ആണ്. അഫ്കോഴ്സ് നമുക്കറിയാം അത് നമ്മുടെ 90s ഉണ്ടായിരുന്ന ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സീരീസാണ്. അതിൻ്റെ ഒരു കഴിഞ്ഞൊരു റീബൂട്ട് പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങി. സോ അതിൻ്റെ സീസൺ 2 വരാൻ പോവുകയാണ്. അത് സമ്മർ 2026 വരാൻ പോകുന്നത്. സോ അതിൽ ഒരു വോയിസ് ആക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ സീരീസിൻ്റെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ഡാർക്കായിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ സീസൺ 3യും കൺഫേംഡ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, പക്ഷേ സീസൺ 3 കൺഫേംഡ് ആയിട്ടുണ്ട്. ആൻഡ് ദ ബിഗ് ഗൈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അതിനെ കുറച്ച് കൂടുതലൊന്നും പറഞ്ഞു തുടങ്ങിയ വീഡിയോയിലൊന്നും നിൽക്കില്ല. ആൻഡ് നമുക്കറിയാം ഒരുപാട് വട്ടം ഡിലേ ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇനി ഡിലേ ആവുമോ എന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ ഈ പടം എന്താ പറയുക റിലീസ് ആവാനായിട്ട് നിൽക്കുന്നത് ഡിസംബർ 18, 2026 അഫ്കോഴ്സ് എന്താ പറയുക നമ്മുടെ ഡോക്ടർ ഡൂം വരുന്ന ഇതിലാണ്. ആൻഡ് ഒരുപാട് ക്യാമിയോസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ലോക്കി നമ്മുടെ ഈ ഒരു സീരീസിൽ വളരെ നല്ലൊരു എന്താ പറയുക റോളുണ്ടാവുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഡൗട്ടാണ്, അതായത് പലരും ചോദിച്ചു ലോക്കി സീസൺ 3 ഉണ്ടാകുമോ. ആൻഡ് എനിക്ക് തോന്നുന്നു അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുമ്പും ശേഷവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ശേഷമായിരിക്കും. ഡൂംസ്ഡേയിൽ എന്ത് നടക്കുന്നു അത് കണ്ടിട്ടായിരിക്കാം നടക്കുന്നത്. പക്ഷേ എനിക്ക് ലോക്കി സീസൺ 3 വരണമെന്ന് ആഗ്രഹമുണ്ട് ആസ് എ ലോക്കി ഫാൻ. ബട്ട് ഒന്നും പറയാറായിട്ടില്ല. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇനി അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ വിഷൻ ഗസ്റ്റാണ്. വിഷൻ ഗസ്റ്റിൽ നമ്മുടെ പോൾ ബെറ്റണി വിഷനായിട്ട് റിട്ടേൺ ആവുകയാണ്. ആൻഡ് ഈ അടുത്തിറങ്ങിയ അഗാധ ഓൾ അലോങ് പോലും ആ വാണ്ട വിഷനിലെ പാർട്ടാണെന്നാണ് ഇവർ പറയുന്നത്. സോ ഇത് ഇറങ്ങാൻ പോകുന്നത് ടു ബി അനൗൺസ്ഡ് ആണ്. 2026 തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. വാണ്ട ഇതിൽ റിട്ടേൺ ആകുമോ ഒന്നും അറിയില്ല. ബട്ട് എന്തായിരിക്കും കഥ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഇത് അൾട്രോണൊക്കെ വരും എന്നൊക്കെ ഒരു റൂമർ കേൾക്കുകയുണ്ടായി. ഇനി നെക്സ്റ്റ് പടമാണ് സീക്രട്ട് വാർസ്. അഫ്കോഴ്സ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഡൂംസ്ഡേയുടെ സെക്കൻഡ് പാർട്ട് നമ്മുടെ ഇൻഫിനിറ്റി വാറിന് നമ്മുടെ എൻഡ് ഗെയിമിന് ഇൻഫിനിറ്റി വാർ എങ്ങനെയായിരുന്നു, ഇൻഫിനിറ്റി വാറിന് എൻഡ് ഗെയിമിന് എങ്ങനെയായിരുന്നു, അതുപോലെ ആയിരിക്കും ഈ രണ്ട് സിനിമകളും. ആൻഡ് ഇതിൽ വന്നിട്ട് സീക്രട്ട് വാർസ് അഫ്കോഴ്സ് വളരെ വലിയൊരു ഇവൻറ്റ് തന്നെയായിരിക്കും നമ്മുടെ MCU മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ. ഡിസംബർ 17, 2027 ഈ സിനിമ ഇറങ്ങാനായിട്ട് ഇപ്പോൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഇത് ഇനി മാറ്റം വരുമോ എന്നറിയില്ല. കാരണം ഡൂംസ്ഡേക്ക് ഒരു മാറ്റം വന്ന സീക്രട്ട് വാർസിനും വരുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. ആൻഡ് അടുത്ത ഒരു സീരീസാണ് ഗൈസ്. അതായത് നമ്മൾ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. എനിക്കും നിങ്ങൾക്കൊക്കെ പലർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് തന്നെയാണത്. നമ്മളതിൻ്റെ എല്ലാ എപ്പിസോഡ്സും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പം എന്താ പറയുക, ആ സീരീസിൻ്റെ സീസൺ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിലീസ് ഡേറ്റ് ടു ബി അനൗൺസ്ഡ് ആണ്. പക്ഷേ അടുത്ത വർഷം 2026 ബട്ട് ഇതിൻ്റെ മേക്കേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ വർഷവും ഇതിൻ്റെ പുതിയ സീസൺ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആൻഡ് ആർമർ വാർസ് ടു ബി ഫ്രാങ്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ല, എന്താ പറയുക ഇൻട്രസ്റ്റഡ് അല്ല. ഇതിൽ നമ്മുടെ ഡോൺ ഷിയഡിൽ വാർ മെഷീനായിട്ട് വരുന്ന ഒരു ഇതാണ്. ഇത് ടു ബി അനൗൺസ്ഡ് ആണ്. ഐ മീൻ ഇതിൻ്റെ റിലീസ് ഡേറ്റ് ടു ബി അനൗൺസ്ഡ് ആണ്. എന്താ പറയുക, ആദ്യം ഇതൊരു സീരീസായിട്ടൊരു ഡിസ്നി പ്ലസ് സീരീസായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇതൊരു കംപ്ലീറ്റ് ഫീച്ചർ ഫിലിം, അതായത് മൂവി ആയിട്ട് തന്നെ ഇറക്കാനാണ് ഇപ്പം അവർ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇനി കുറച്ച് പ്രോജക്ട്സ് എന്ന് പറയുന്നത് എന്താ പറയുക കുറച്ച് സ്പെക്കുലേഷൻസ് ആണ്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 65% കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്ലാക്ക് പാന്തർ 3 ആൻഡ് അഫ്കോഴ്സ് നമുക്കറിയാം നമ്മൾ റയൻ ഗോഗ്ലർ പറഞ്ഞതാണ് ഈ ഒരു പടം അഫ്കോഴ്സ് നമുക്ക് ഉണ്ടാവുന്നു. ആൻഡ് നമുക്ക് പല ഇതിൽ നിന്ന് സോഴ്സസിൽ നിന്ന് അറിയാം ഇങ്ങനൊരു പടം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു പടം വരും എന്നുള്ളത്. ആൻഡ് ഡെൻസൽ വാഷിങ്ടൺ ഈ ഒരു പടത്തിലൊരു റോൾ ഉണ്ടാകും എന്നാണ് നമ്മുടെ റയൻ ഗോഗ്ലർ പറയുന്നത്. റയൻ ഗോഗ്ലർ തന്നെയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ഒരു പടം തന്നെയാണ് ബ്ലേഡ്. നമ്മുടെ ബ്ലേഡ് മഹർഷര അലി നമ്മുടെ എറ്റേണൽസിൻ്റെ അവസാനം ഒരു വോയിസ് ക്യാമിയായിട്ടൊക്കെ വന്നതാണ്. ഒരുപാട് വട്ടം ക്യാൻസലായതിൻ്റെ വക്കത്തായി. പിന്നെ ഒരുപാട് ഈ പടം നടക്കുമോ എന്ന് പോലും പലർക്കും അറിയില്ല. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു സോഴ്സ് അനുസരിച്ച് ഈ പടം എത്ര വൈകിയാലും നടക്കും എന്നൊരു സ്റ്റേറ്റിലാണ്. ഈ പടം ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഈ പടമായിട്ട് മുന്നോട്ട് പോകാൻ മാർവൽ സ്റ്റുഡിയോസിന് താല്പര്യം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു R-rated ട്രീറ്റ് തന്നെയായിരിക്കും നമ്മൾ മാർവൽ ഫാൻസിന്, നല്ല രീതിക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ആൻഡ് പിന്നീട് നമ്മൾ ഇറങ്ങാൻ പോകുന്ന അടുത്തൊരു പടം അത് ഷാങ്-ചി 2 ആണ്. ഷാങ്-ചി 2 കുറച്ച് ഒരുപാട് സ്പെക്കുലേഷൻസ് നമ്മൾ ട്വിറ്ററിലും മറ്റും റെഡിറ്റിലും മറ്റും ഉണ്ടാകുന്നു. ബട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളെ ഓരോ ഫാൻസ് കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഷാങ്-ചി 2 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ അതിൽ ആക്ടറായിട്ടുള്ള സിമു ലിയു എന്താ പറയുക ഒരു ടീസൊക്കെ തന്ന് നമ്മളെ ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് ഇതും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലെജൻഡ് ഡാനിയൽ കർട്ടനാണ്. ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും അനൗൺസ്ഡ് ആയിട്ടില്ല, ബിക്കോസ് ഈ പടം പോയി തുടങ്ങിയിട്ടില്ല. ആൻഡ് എന്താ പറയുക ഈ ഒരു പടം വന്നാൽ ആ ഷാങ്-ചി ലെവലിലോട്ട് എത്തിയാൽ, സിനിമാറ്റോഗ്രാഫി ലെവൽ, സ്റ്റോറി ലെവലിലോട്ട് എത്തിയാൽ ഓഫ്കോഴ്സ് ഇറ്റ് വിൽ ബി എ മാസീവ് സക്സസ്.
ഇനി നമുക്ക് ഉള്ളൊരു പടം എന്ന് പറയുന്നത് നോവ ആണ്. നോവ വന്നിട്ട് ഒരു സീരീസ് ആവണോ മൂവി ആണോ എന്നറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയ ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ പോലും ഈ നോവയെക്കുറിച്ചുള്ള ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച്. സോ അത് സീരീസ് ആണോ മൂവി ആണോ എന്നൊന്നും അറിയില്ല, ബട്ട് അത് നടക്കും. അത് മൂൺ നൈറ്റിൻ്റെ ചില വർക്കേഴ്സ് ആണ് അതിൻ്റെ പിന്നിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വെച്ചാൽ സ്റ്റാർ ലോർഡ് ഇല്ലേ നമ്മുടെ പീറ്റർ കിൽ, പുള്ളിക്കാരൻ്റെ ഒരു സോളോ മൂവി അല്ലെങ്കിൽ TV ഷോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആൻഡ് എക്സ്മെൻ മൂവിയും നമ്മുടെ ഇതിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് എക്സ്മെൻ കോഴ്സ് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വുൾവറീനിലൊക്കെ വന്ന MCU ഇപ്പോൾ ഇതായി. ആൻഡ് അതൊരു റീബൂട്ട് മൂവിയാണ് ആയിരിക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ എന്താ പറയുക, പഴയ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് അറിയില്ല, പഴയ ആൾക്കാരെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത്. കോഴ്സ് നമുക്ക് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സീക്രട്ട് വാർസും കണ്ടാലേ അറിയാലോ. സോ ഗൈസ്, ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാറിലോട്ട് നമുക്ക് എടുക്കണ്ടാം. അത് സൂപ്പർ സ്റ്റേമെൻറ്റ് സൂപ്പർ ഹീറോസ്.